ഇവിടെ കേക്ക് ഷോപ്പിലേക്ക് വന്ന ഇയാളുടെ കാർ ഒരു ടോ ട്രക്ക് വന്ന് കൊണ്ടുപോകുന്നു. അയാൾ പുറത്തിറങ്ങുമ്പോൾ കാർ കാണുന്നില്ല. അയാൾ നേരെ അവരുടെ ഓഫീസിലേക്ക് വന്ന് ഞാൻ നോ പാർക്കിങ്ങിലല്ല വണ്ടി നിർത്തിയിരുന്നതെന്ന് പറയുമെങ്കിലും അവരത് അംഗീകരിക്കുന്നില്ല. ക്യാഷ് പേ ചെയ്തിട്ട് കാർ എടുത്തു കൊണ്ടുപോകാൻ പറയുന്നു. അയാൾ ക്യാഷ് പേ ചെയ്ത് കാർ എടുത്തു കൊണ്ടുപോകുന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണം വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നു. മകളുടെ ബർത്ത്ഡേ പാർട്ടി മിസ്സാക്കിയതിന് വൈഫ് പിണങ്ങുന്നു. പിന്നീട് അയാൾക്ക് കിട്ടിയ ഒരു ബില്ലിൽ വീണ്ടും ഫൈൻ അടയ്ക്കാൻ എഴുതിയിരിക്കുന്നത് കണ്ട് അയാൾ അത് വന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാളും ക്യാഷ് അടച്ചേ മതിയാവൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവുന്നു. അയാൾ ദേഷ്യത്തിൽ ക്യാബിൻ ഗ്ലാസ് അടിച്ചു തകർക്കുന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഇഷ്യൂ ന്യൂസ് പേപ്പറിലേക്ക് വന്നതുകൊണ്ട് അയാൾക്ക് ജോലി നഷ്ടമാവുന്നു. മാത്രമല്ല വൈഫ് അയാളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അയാൾ വേറെ ജോലിക്ക് ട്രൈ ചെയ്യുമെങ്കിലും ജോലി ശരിയാവുന്നില്ല. ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാർ കാണുന്നില്ല. നോക്കുമ്പോൾ ആ കമ്പനി തന്നെയാണ് വീണ്ടും കാർ കൊണ്ടുപോയിരിക്കുന്നത്. അയാൾ വീണ്ടും ക്യാഷ് പേ ചെയ്ത് കാർ തിരികെ കൊണ്ടുവരുന്നു. എന്നിട്ട് കാറിനകത്ത് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്നു. വീണ്ടും ആ ടോ ട്രക്ക് വന്ന് കാർ കൊണ്ടുപോകുന്നു. അവരുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കാർ ബ്ലാസ്റ്റ് ചെയ്ത് അയാൾ പ്രതികാരം ചെയ്യുന്നു.